ഹലോ ഗൈസ്, എല്ലാവർക്കും അല്ലിസ്വറിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മീനിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെന്നുണ്ടോ. ഇതെൻ്റെ ഗപ്പിയും സാരിയുമാണ്. ഇത് രണ്ടായിട്ട് നല്ല കളറുള്ള ഐറ്റങ്ങളും ഇതുണ്ടോ അത്ര കളറില്ലാത്ത ഐറ്റംസുകളാണ്. ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണത്തിനെ പിടിച്ച് കാണിച്ചു തരാം. ഗൈസ്, ഇതൊരു പെണ്ണാണ് കണ്ടോ. ഇത് പെണ്ണാണ്, പെമ്മീനാണ് കണ്ടോ. നമ്മളെ ഗൈസ് ഇക്കളാക്കുന്നു, അതാണ് പെണ്ണ്. ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു പെണ്ണിനെ പിടിക്കുക, അതിന് ഗേസ് അതിനെ പിടിക്കുക വെക്കുന്നില്ല. അത് ഭയങ്കര ചാട്ടക്കാരിയാണ്, അതിനെ പിടിക്കുക വെക്കത്തില്ല. ഞങ്ങൾ ഇട്ടാണ് എടുക്കുന്നത്. ഇന്നിപ്പം അരിപ്പ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. കണ്ടോ, അണ്ടേ വരും മീനാണ് കണ്ടോ. നമ്മളൊരു ആൺമീനാണിത്. നമുക്ക് ഇതിലുള്ളവരെ പരിചയപ്പെടാം. ഇതൊരു കുഞ്ഞാണ് കണ്ടോ. നമുക്ക് കളേഴ്സിനെ പരിചയം. ഗേസ്, ഇതിൽ പിടിക്കാനൊന്നും കിട്ടത്തില്ല, അതാണ് നിങ്ങൾ കണ്ടോളൂ. അത് ഒച്ചാണ് ഗേസ്. എൻ്റെ കൈ കയറിക്കൊണ്ടു കണ്ടോ. ഇത് നമ്മളെ മീനിൻ്റെ വീഡിയോസാണ്. നമ്മളെ ചെടികളാണ് ഇതെല്ലാം. അത് കറ്റാർ വാഴ, 2 മുളക്, അവിടെയായിട്ട് മല്ലിയില ഉണ്ട്. പിന്നെ ഇതിൻ്റെ പേരെന്തുവാന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് പിന്നെ പാലപ്പൂ എന്ന് നമ്മൾ പറയും. പിന്നെ അത് ഓർക്കിഡ്, റോസ, ആന്തൂറിയം കണ്ടോ. അത് ആന്തൂറിയാണ് കണ്ടോ. ആ ചെടിച്ചട്ടി നിൽക്കുന്ന കേസ് പിച്ചിയാണ്. അത് പിന്നെ എന്തിനാന്ന് എനിക്കറിയത്തില്ല. അത് നമ്മളെ മാവ്. ഞാൻ നിങ്ങളെ അടുത്ത് വീഡിയോ ഇട്ടില്ലായിരുന്നു, അയനിച്ചക്ക കണ്ടോ. പഴുത്തെല്ലാം കാക്കൊത്തിക്കൊണ്ട് പോവാണ് ഗേസ്. ആ ചെടിയുടെ പേരും എനിക്കറിയത്തില്ല. ഇത് പിന്നെ കാക്കപ്പൂ എന്ന് പറയുന്ന ചെടി. കാക്കപ്പൂ അങ്ങേയറ്റം നിൽക്കുന്ന തക്കാളിയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിൻ്റെ പേരും അത് മുൾച്ചെടി. ഇത് നമ്മൾ ഇത് ചെയ്തതാണ് കേട്ടോ. ആ നീലയുടെ പൂമ്പൊടിയും ഇതിൻ്റെ പൂമ്പൊടിയും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഇത് ഫുള്ള് റോസായിരുന്നു. പൂമ്പൊടിയും കൂടെ മിക്സ് ചെയ്തപ്പോൾ റോസും വെള്ളയും കൂടെ വന്നു. പിന്നെ നമുക്ക് വെള്ള മാത്രമായിട്ടുണ്ട്, അതുകൊണ്ട് അതവിടെ കിളിച്ചില്ല. ഇത് നിറച്ച് 10 മണികളാണ് കേട്ടോ. ഇത് ബാൽസ അല്ല, സാൾവിയ കണ്ടോ. അത് വെള്ള, ഇത് ഓർക്കിഡൊക്കെയാണ്. അവിടെ ഫുള്ള് ഉമ്മച്ചിയുടെ പയറും കൃഷികളാണ്. ഗേസ്, ഇത് നമ്മളെ ക്ലേ ആണ്. എനിക്ക് റോസാപ്പൂ ക്ലേസ് അത്ര ഉണ്ടാക്കാൻ അറിയത്തില്ല, എന്നാലേ എനിക്ക് ചെറുതായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നുണ്ട്. നമുക്ക് ഈ ക്ലേ എടുക്കാം. ഇതാകുമ്പോഴത്തെ സോഫ്റ്റ് നട്ട്സ് ആയിട്ട് ഗേസ് നമുക്ക് ക്ലേ പൂ ഉണ്ടാക്കാം. അതിനായിട്ടുണ്ടോ നിങ്ങൾ ഈ ക്ലേ ഇങ്ങനെ എടുക്കുക. എന്നിട്ടുണ്ടോ അതിൽ നിന്ന് തുള്ളി അതായത് ഇത്രയും വേണ്ട, തുള്ളി എന്നുവെച്ചുണ്ടോ അത്ര ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ട് ഈ സ്ഥലത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്യാം കണ്ടോ. നല്ല നമുക്കൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. എന്നിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടുമ്പം ഇങ്ങനൊരു ഹോൾ അവിടെ വരും കേട്ടോ. നമ്മളിനി ഇങ്ങോട്ട് വെക്കുക. എന്നിട്ടുണ്ടോ ഇതുപോലെ ഒരു പീസും കൂടെ, അത് ഇത്തിരി വലുതായിരിക്കണം കേട്ടോ. കുറച്ച് ഞാനിപ്പം അത്രയുള്ള ഒരെണ്ണം അവിടെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരെണ്ണവും കൂടെ ഉരുട്ടണം. ഉരുട്ടിയതിന് ശേഷം ഇവിടെ വെക്കണം. എന്നിട്ട് നമ്മൾ മറ്റേത് പ്രസ് ചെയ്ത് ഇത് ഇത്തിരി വലിയതായിട്ടൊന്നും വേണ്ട, ഇങ്ങനെ ഇത്തിരി കട്ടിക്കിരിക്കണം കേട്ടോ. അത് കണ്ടോ.
നമ്മളതാ ഇതിൻ്റെ കൂടെ ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാം നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി കാണാം. ഓരോ ക്ലേയിലും നമ്മൾ ഈ അളവിൽ, അതായത് ഒരു തുള്ളി എടുത്ത് ഈ അളവിൽ ഇത്തിരി കട്ടിയാകണം. എന്നിട്ട് ഇതാ ഇതുപോലെ അതിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫുള്ള് ഇതുപോലെ തന്നെ ഉണ്ട്. അടുത്തത് നമ്മളിതാ ഇവിടെ നിന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ വെച്ചിട്ടിന് കാണിക്കാം. ഗേസ് തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, എനിക്കിങ്ങനെ പെരുത്തി കളിക്കാൻ ക്ലേ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇത് നല്ല സോഫ്റ്റ്നെസ്സാണ്. ഇത് ഈ ക്ലേ നമ്മൾ കട്ടിയായി പോവാതെ വെക്കേണ്ട ഒരു വഴിയെന്ന് വെച്ചാൽ ഇത് കട്ടിയാക്കാതെ കണ്ടോ വെച്ചേക്കുന്ന എല്ലാം ഞാൻ ഒന്നും കട്ടിയാക്കിയിട്ടില്ല. അതുപോലെ സോഫ്റ്റ്നെസ് ആയിട്ടിരിക്കുകയാണ് ഇതുപോലെ. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളൊരു ബോക്സിൻ്റെ അകത്ത് ഇത് ഇട്ട് വെക്കണം. കാരണം ഈ ക്ലേക്ക് എയർ അടിക്കുമ്പോൾ അത് കട്ടിയാവും. മനസ്സിലായോ? നമ്മളിത് അവിടെ ഒരു അയഞ്ഞത്തൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തിന്നാൻ പറ്റുന്ന കൊതി കൊണ്ട് ഉമ്മച്ചി ഇന്നലെ ഒരെണ്ണം വരച്ച് എന്ന് കളഞ്ഞത്. കണ്ടോ, ഞങ്ങൾക്കൊന്ന് വെളിയിലോട്ട് പോയത്. ഞാൻ നിങ്ങളെ ചെടികളൊക്കെ കാണിച്ചതാണ് കേട്ടോ. അവിടെ നമ്മളെ മുന്തിരി കൃഷിയോ ഇത് ഗേസ് ഈ 10 മണി ഇവിടെയാണ് ഭയങ്കര വെയിലടിക്കുന്ന ഗേസ്. എന്നിട്ട് കണ്ടോ ഇത് ചെറുതായിട്ട് ഇരിക്കുന്നുള്ളൂ. ഈ 10 മണി ഇങ്ങനെ പൂക്കുന്നത് വേണോ വിടരുന്ന് വേണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് കണ്ടോ നമ്മളെ പ്ലാവലയാണിത്. ഹായ്, ഗേസ് അവിടെ അസ്നത്താത്തി വന്നു. അതുകൊണ്ട് അസ്നത്താത്തിക്ക് ഹായ് കൊടുത്താണ് ഞാൻ. കണ്ടോ, ഇത് നമ്മളെ മുന്തിരിയാണ്. ഇത് പോംഗ്രനേറ്റ്. ഇത് പുളിച്ചി ചെറുതായിട്ടൊന്ന് വളർന്നു. ഇത് നമ്മളെ ഈത്തപ്പന. അത് പേര. ഇതും പേര. ഞാൻ നിങ്ങൾക്ക് മൽബറിക്ക കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇതാരെങ്കിലും കാണിച്ചു തന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുകൊണ്ട് അതിൽ നിറച്ച് അരി പിടിച്ചിട്ടുണ്ട്. വെയിൽ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും. ഗെയ്സ് നമ്മളൊന്ന് കൃത്യസമയത്താണെന്ന് തോന്നുന്നു. കണ്ടോ, ഇതിലൊക്കെ പിടിച്ചിരിക്കുന്നു. പക്ഷെ വന്ന കൃത്യസമയത്താണ് ഗെയ്സ് സമയം. എനിക്കെന്നെ തിന്നോളാനും വയ്യ. ഗെയ്സ് നമ്മളൊരു മൽബറി പഴുത്തിരിക്കുന്നു. ഗെയ്സ് നമ്മളൊരു മൽബറിക്ക പഴുത്തിരിക്കുന്നു. ഗെയ്സ് നമ്മൾ മൽബറിക്ക പഴുത്തേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. തട്ടിൽ വൈൻ ചുമ ഇരിക്കുക ഗെയ്സ്. ചുമ നമുക്ക് ഇതിങ്ങോട്ട് വയ്ക്കാം. കഴുകണം. കാരണം എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് പക്കിയൊക്കെ വന്നിരുന്നല്ലേ ഇരുന്നാണോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കഴുകുവാണ്. കമ്പി ഇട്ടിട്ടുണ്ട്. കമ്പി വെച്ച് ഡോക്ടർ ഒന്നും പറ്റിക്കില്ലെന്നാണ്. ഇത് തേച്ച് കളയാൻ ഭയങ്കര പാടാണ്. ഇതാണ് നമ്മളെ മനോഹരമായ വൈബ്. എന്തോ വെള്ളമൊക്കെ ഒഴിവാണ്. കണ്ടോ ഗൈസ്.